അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമ്മളുടെ ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാനത്തിന് അങ്ങനെയാണ് ഞാൻ അതിന് പേര് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇത് ഖുർആനിൻ്റെ അകംപൊരുൾ എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഖുർആനിൻ്റെ പൊരുളല്ല ഇതിന് പറയുന്നത്, ശ്രീനാരായണീയ വിശ്വാസത്തിൻ്റെ പൊരുളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പേരാണ് ഈ പുസ്തകത്തിന് ചേരുക. അപ്പോൾ ഈ പുസ്തകത്തിൽ അതിൻ്റെ 140 പേജ് സൂറത്ത് ബഖറയിലെ 63 ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഉടമ പറയുന്നത് ഇതാണ്: നിങ്ങളിൽ നിന്ന് നാം കരാർ സ്വീകരിച്ചു, ഇത് അഹദിന മീസാക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, ബനു ഇസ്രായേല്യരിൽ നിന്ന് ദൈവം കരാർ സ്വീകരിച്ചതായി ഖുർആനിൽ പല സ്ഥലങ്ങളിലും പരാമർശമുണ്ട്. പ്രവാചകന്മാർ വഴി അവർക്ക് നൽകിയ ശക്തമായ അധ്യാപനങ്ങളും ഏത് അവസരത്തിലും അവ പാലിച്ചു കൊള്ളാമെന്ന അവരുടെ ഉറപ്പുമാണ് കരാറിൻ്റെ ഉദ്ദേശം. അപ്പോൾ പ്രവാചകന്മാർ വഴി അള്ളാഹു നൽകിയ ശക്തമായ അധ്യാപനം, ആ അധ്യാപനങ്ങളിൽ ജീവിതത്തിൽ പാലിച്ചു കൊള്ളാമെന്ന ഇവരുടെ ഉറപ്പ്, ഇതാണ് കരാർ. ദൈവവുമായുള്ള കരാർ വ്യവസ്ഥകൾ ഖുർആൻ സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വായിക്കാം. അങ്ങനെ താഴെ പറയുന്ന 15 നമ്പർ ഇട്ടിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഓതർ അത് വ്യക്തമാക്കണത്. ഒന്ന്, ദൈവത്തിനല്ലാതെ വഴിപ്പെടരുത്. ദൈവത്തിനല്ലാതെ വഴിപ്പെടരുത് എന്നതാണ് ഒന്നാമത്തേത്. ഇവിടെ ദൈവം എന്ന് പറയുമ്പം ആരെയാണ് ഉദ്ദേശിച്ചത്? ഈ പ്രപഞ്ചത്തിന് ഒറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഉടമയും അംഗീകരിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ആ ദൈവത്തിനെ അല്ലാതെ, അവനല്ലാതെ വഴിപ്പെടാൻ പാടില്ല. ഇവിടെ വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ അവർ ഈ ഏകനായിട്ടുള്ള ദൈവത്തിന് മാത്രമാണ് വഴിപ്പെടുന്നത്. അത് ഇയാൾ വ്യക്തമാക്കേണ്ടതാണ്. രണ്ടാമത്തേത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അടുത്ത ബന്ധുക്കളോട് ഉദാരത പുലർത്തണം, അനാഥരോട് ദയാവായ്പോടെ പെരുമാറണം, അശരണർക്ക് രക്ഷയേകണം, ജനങ്ങളോട് മാന്യമായി ഇടപെടണം. ഈ ജനങ്ങളോട് മാന്യമായി ഇടപെടണം എന്നതിൽ മതവിഭാഗങ്ങൾ എല്ലാവരിലും ഈ സംഗതിയിൽ അബദ്ധങ്ങൾ പണിയുന്നുള്ളത് ശരിയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റ് മതസ്ഥരോട് മോശമായി പെരുമാറുന്നത് ആരാണ്? ചരിത്രത്തിലൂടെ പരിശോധിച്ചാലും വർത്തമാനകാല സംഭവങ്ങൾ പരിശോധിച്ചാലും ഒക്കെ നമ്മൾക്ക് കാണാൻ കഴിയാം, അവിടെ കൂടുതൽ മോശമായിട്ട് പെരുമാറുന്നത് ഒന്ന് ജൂതന്മാർ, രണ്ടാമത്തേത് ക്രിസ്ത്യാനികൾ, മൂന്നാമത്തേത് ഹിന്ദുക്കളിലെ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ. ഇനി ഇന്ത്യയുടെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മതങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധമതക്കാർ റോഹിംഗ്യക്കാരോടൊക്കെ പെരുമാറുന്ന പെരുമാറ്റം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങളില്ലേ എന്ന് നമ്മൾക്ക് ചോദിക്കാമുണ്ട്. ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ആരാണ് എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവിടെ പോലും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറാൻ ഇങ്ങനെ ഉള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ പാശ്ചാത്യ ശക്തികളുടെ പങ്കാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവിടെ മുസ്ലിം നാടുകളിൽ നിന്ന് ചില ചട്ടുകങ്ങളെ, കോടാലിക്കൈകളെ അവർക്ക് കിട്ടുന്നുണ്ട്, അവരിലൂടെയാണ് അവർ ഈ സംഗതികൾ നടത്തുന്നത്. അതുകൊണ്ട് മുന്നിൽ മുസ്ലിങ്ങളാണ് കാഴ്ചയിൽ വരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ളത് ഈ ശക്തികളാണെന്നുള്ളതാണ്. അവർക്ക് അവരുടെ ആയുധം വിറ്റഴിക്കാനും അവരുടെ അങ്ങനെയുള്ള ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പലതും മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിത് ഈ ഒരു രീതി സ്വീകരിച്ചു പോന്നിട്ടുള്ളത് എന്നത് വർത്തമാനകാല സംഭവമാണ്, അനുഭവമാണ്. ഇനി പ്രാർത്ഥനാ നിരതരാകണം, നിത്യദാനം നൽകണം, രക്തം ചിന്തരുത്. ഈ രക്തം ചിന്തരുത് എന്ന കാര്യത്തിലും ഇന്ന് ലോകത്ത് കൂടുതൽ രക്തം ചിന്തുന്ന ആരാണ്? ഒന്നാം ലോക മഹായുദ്ധം
രണ്ടാം ലോക മഹായുദ്ധം, തുടർന്നുള്ള യുദ്ധങ്ങൾ, ഈ യുദ്ധങ്ങൾക്കൊക്കെ പ്രേരണ നൽകുന്നതും ആ യുദ്ധം ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ആ യുദ്ധത്തിന് കൂട്ടുന്നത്, പിന്നെ അതിന് വഴിമരുന്നിടുന്നത്, ഇതൊക്കെ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെയൊക്കെ ഈ ക്രൈസ്തവ സമൂഹമാണ്, അവരിലെ തീവ്രവാദികളാണ് ഇതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് എന്നത് ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇത് സംഭവങ്ങളെ വീക്ഷിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. പിന്നെ അഭയം നിഷേധിക്കരുത്. വേദജ്ഞാനം സമൂഹത്തിന് പകർന്നു നൽകണം. ഏത് വേദജ്ഞാനം? ഇവിടെ പലരും പല വേദങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ജ്ഞാനം ലോകത്തിന് പകർന്നു നൽകുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ തമാശ എന്താ പറഞ്ഞാൽ, ഇവിടെ വേദജ്ഞാനം സമൂഹത്തിന് പകർന്നു നൽകണം എന്ന് പറയുമ്പോൾ ഓരോ വേദക്കാരനും അവൻ്റെ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ലോകത്തിന് പകർന്നു നൽകണമെന്നാണല്ലോ വരിക. പക്ഷേ നമ്മളുടെ ഈ ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാതാവ് അയാളുടെ ദൈവത്വമായി ബന്ധപ്പെട്ട അയാളുടെ വാദം എന്താണ്? ഓരോ വേദക്കാരോടും അവരുടെ വേദം അനുസരിച്ച് ജീവിക്കാൻ പറയണമെന്നാണ്. അപ്പോൾ ഓരോ വേദക്കാരോടും അവരുടെ വേദമനുസരിച്ച് ജീവിക്കാൻ പറയണമെന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ ആൾ ചെയ്യേണ്ടത് തൗറാത്തും ഇഞ്ചീലും, അതായത് പഴയ നിയമവും പുതിയ നിയമവും, ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും, പുരാണങ്ങളും ഹിന്ദു വേദങ്ങളും ഒക്കെ പഠിച്ചിട്ട് ഈ വിഭാഗങ്ങളോടൊക്കെ ഖുർആനിലുള്ള തത്വങ്ങളല്ല അവരോട് പറയേണ്ടത് ഈ വേദങ്ങളിലുള്ള കാര്യങ്ങൾ അവരോട് പറയാം. അതേപോലെ ആ വേദക്കാർ ഖുർആൻ പഠിച്ചിട്ട് ഖുർആനിൻ്റെ ആളുകളോട് നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന് ഇവരോടും പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ദൈവത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള മൂപ്പരുടെ വാദഗതി. എന്നാൽ അതിന് തീർത്ത് വിരുദ്ധമായിട്ടാണ് ഇവിടെ വേദജ്ഞാനം സമൂഹത്തിന് പകർന്നു നൽകണം. അപ്പോൾ വേദജ്ഞാനം സമൂഹത്തിന് പകർന്നു നൽകണം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ജ്ഞാനം ഖുർആനിൻ്റെ ആളുകൾ സമൂഹത്തിന് പകർന്നു നൽകണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവരെ ഖുർആനിലേക്ക് ക്ഷണിക്കണം, ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കണം. അതുപോലെ ബൈബിളിൻ്റെ ആളുകൾ, അതിൽ പഴയ നിയമത്തിൻ്റെ ആളുകൾ ആ നിയമത്തിൻ്റെ ജ്ഞാനം ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. പുതിയ നിയമത്തിൻ്റേത് ക്രിസ്ത്യാനികൾ ജനങ്ങൾക്ക് പകർന്നു നൽകണം. ഹിന്ദുക്കൾ അവരുടെ വേദത്തിൻ്റെ ജ്ഞാനം പകർന്നു നൽകണം. അപ്പോൾ ഈ ഓരോ വിഭാഗവും അവരുടെ മതത്തിലേക്ക്, അവരുടെ വേദത്തിലേക്ക് ക്ഷണിക്കണം എന്നാണ് വരിക. ഇത് ടിയാൻ പറഞ്ഞതിൻ്റെ നേരെ വിരുദ്ധമാണ്. അപ്പോൾ താനെന്താണ് പറയുന്നത് എന്നതുപോലെ ഈ മനുഷ്യന് ഒരിക്കൽ പറഞ്ഞത് മറ്റൊരിക്കൽ ചിന്തിക്കാനും പറയാനും കഴിയുന്നില്ലാന്നുള്ളതാണ് സംഗതി ഉള്ളത്. എന്നിട്ട് പറയും ദൈവത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തോടും അവരുടെ വേദമനുസരിച്ച് ജീവിക്കാൻ പറയാനുള്ളതാണ് ദൈവത്ത്. അപ്പോൾ ഈ വൈരുദ്ധ്യമാണ് ഇയാളുടെ ജീവിതത്തിലുടനീളം നമ്മൾക്ക് ഇയാളുടെ പ്രസംഗത്തിൽ, അവരുടെ എഴുത്തിലുമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, വേദ വെളിച്ചം ഗോപ്യമാക്കരുത്. ഇതും അതുപോലെ തന്നെ തമാശയാണ്. ഇവിടെ വേദവാക്യം എന്ന് പറയുമ്പോൾ ഖുർആൻ വേദമാണ്. അപ്പോൾ ഖുർആനിൻ്റെ ആളുകൾ ഈ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം, അവർക്ക് പകർന്നു കൊടുക്കണം, അവരോട് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ പറയണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ദൈവത്ത് പോയി, അത് വെള്ളത്തിലായി. ഇനി ദൈവദൂതന്മാരിൽ വിശ്വസിക്കണം. അതും അങ്ങനെ തന്നെയാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാതിരുന്നാൽ മതി. വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാതിരിക്കലാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇവിടെ ദൈവദൂതന്മാരിൽ വിശ്വസിക്കണം. അപ്പോൾ എന്ത് വന്നു? ഏത് വേദത്തിൻ്റെ ആളുകളും, ഹൈന്ദവ വേദത്തിൻ്റെ ആളുകളായ ഹിന്ദുക്കൾ, ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആളുകളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, പഴയ നിയമത്തിൻ്റെ ആളുകളായ ജൂതന്മാരൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ദൈവദൂതന്മാർ, ആ ദൈവദൂതന്മാരിൽ ആരൊക്കെ പെടും? ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ ആളുകളും പെടും. അപ്പോൾ ഈ ആളുകളൊക്കെ ഈ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് അംഗീകരിക്കണം. മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറയുമ്പോൾ വിശ്വസിച്ചാലോ അംഗീകരിച്ചാലോ മുഹമ്മദ് നബി പറയുന്നത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ
അതനുസരിച്ച് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാവരും മുസ്ലിങ്ങളാവണം. ഖുർആനിൻ്റെ ആളുകൾ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്നാണ് എത്തിപ്പെടുക. ഇത് ദൈവത്വമായിട്ട് ഞാൻ പറഞ്ഞതിന് നേർവിരുദ്ധമാണ്. ദൈവത്ത് പറഞ്ഞാൽ എന്താണ്? ഓരോ വേദക്കാരോടും അവരുടെ വേദം അനുസരിച്ച് ജീവിക്കാൻ പറയാതാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ എന്തിനാണ് ലോകത്തോട് വിളിച്ചു പറയണത്? അല്ലെങ്കിൽ ബൈബിളിൻ്റെ അധ്യാപനങ്ങൾ എന്തിനാണ് ലോകത്തോട് വിളിച്ചു പറയണത്? അപ്പോൾ ഈ എന്താണ് പറഞ്ഞതെന്ന് ഒരു തലയും വാലും ഇല്ലാത്ത വൈരുദ്ധ്യങ്ങൾ മാത്രം പറയാമെന്നുള്ളതാണ് ഇവിടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സത്യമല്ലാത്തത് ദൈവത്തിലേക്ക് ചേർത്ത് പറയരുതേ. സത്യമല്ലാത്തത് ദൈവത്തിലേക്ക് ചേർത്ത് പറയരുതെന്ന് പറയുമ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് സത്യമാണോ അസത്യമാണോ? യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവം എന്ന് പറയുന്നത് 3 ആളത്വങ്ങളുള്ളതാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3ഉം കൂടിയതാണ് ഒന്ന് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ എന്താണ്? സത്യമാണോ അസത്യമാണോ? അപ്പോൾ ഇവിടെ വേദത്തിൻ്റെ ആളുകൾ, ഖുർആനല്ലാത്ത മറ്റ് വേദങ്ങളുടെ ആളുകൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസങ്ങൾ, അവർ വെച്ച് പുലർത്തുന്ന ദൈവവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, അവർ തന്നെ വേദങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ള ദൈവത്തിൻ്റെ പേരിൽ ഇതൊക്കെ ദൈവത്തിൻ്റെതാണ് പറയുന്ന വാദഗതികൾ, ഇതൊക്കെ ദൈവത്തിൻ്റേതല്ലാത്ത, ദൈവമായിട്ട് ബന്ധമില്ലാത്ത സംഗതികൾ ദൈവത്തിലേക്ക് ചേർത്ത് പറയലാണോ അതോ മറ്റു വല്ലതുമാണോ? അവസാനമായി പറയുന്നത് വേദനിയമങ്ങൾ നിലനിർത്തുന്ന. ഈ വേദനിയമങ്ങൾ നിലനിർത്തുക പറഞ്ഞാൽ ഏത് വേദനിയമം? ഓരോ വേദത്തിൻ്റെ ആളുകളും അതതിൻ്റെ നിയമങ്ങൾ നിലനിർത്തുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ ഈ ഖുർആനിക നിയമങ്ങൾ നിലനിർത്തും. അപ്പോൾ അവർ നിലനിർത്തുമ്പോൾ ഖുർആനിൽ എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിലനിർത്താൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവർ ഖുർആൻ്റെ ശത്രുക്കളോട്, മിത്രങ്ങളോട്, ഇത് രണ്ടിലും ചേരാത്ത ആളുകളോട്, അങ്ങനെ പിന്നെ ഹലാൽ ഹറാമുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഖുർആൻ്റെ ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കണം? അപ്പോൾ ചുരുക്കത്തിൽ ഈ ശ്രീനാരായണീയ, ഇതുകൊണ്ടാണ് ഞാൻ ഇതിന് ശ്രീനാരായണീയ വ്യാഖ്യാനം എന്ന് പറയുന്നത്, അല്ലാതെ ഇത് ഖുർആൻ്റെ അകംപൊരുളല്ല. അപ്പോൾ ഈ ശ്രീനാരായണീയ വ്യാഖ്യാനത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നിരന്ന് നടക്കുന്ന ഒരു പുസ്തകം എന്നത് മാത്രമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞത്. അല്ലാതെ ഇതിൽ ഖുർആൻ്റെ ഒരു പൊരുളും ഇല്ലയെന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ പൊരുൾ എടുത്തു മാറ്റിയിട്ടുള്ള, അതിനെ ഒരു ചവറായിട്ട് മാത്രം അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആനിൻ്റെ അകംപൊരുൾ എന്ന് പറയുന്ന ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അനുകൂലമായിട്ടോ ഇസ്ലാമിൻ്റെ വളർച്ചക്കോ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിനെ ന്യായീകരിക്കാൻ പോകുന്ന സംഗതിയോ അല്ല. ഇസ്ലാമിനെ വഷളാക്കാനും അതിനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതിണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം എന്നത് മാത്രമേ ഈ പുസ്തകത്തെപ്പറ്റി പറയാൻ പറ്റുകയുള്ളൂ എന്നതാണ് വസ്തുത.